നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കാരണം അത് പിന്നെ ആ ഹോസ്പിറ്റലിൽ നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നില്ല. നമുക്കങ്ങനെ പ്രത്യേക അറ്റൻഷൻ ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നീട് എങ്ങോട്ടാ അച്ഛനെ കൊണ്ടുപോയത്? അത് പെട്ടെന്നങ്ങനെ ചോദിച്ചപ്പോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയാ ഓർമ്മ വരും. അമ്മയ്ക്ക് ഏറെ വിശ്വാസം ഉണ്ടായിരുന്ന ഏതോ ഡോക്ടർ ആയിരുന്നല്ലോ അത്. അതുകൊണ്ടല്ലേ അച്ഛനെ അയാളുടെ അടുത്തേക്ക് ട്രീറ്റ്മെന്റിന് കൊണ്ടുപോയത്? അത് ഡോക്ടർ ഹരികുമാരൻ തമ്പി. ഹരികുമാരൻ തമ്പി അതല്ലായിരുന്നല്ലോ ഡോക്ടറുടെ പേര്. ചേച്ചിയുടെ ഓർമ്മ പശക എനിക്കിപ്പോഴും നല്ല മെമ്മറി. ഡോക്ടർ ഹാഷിം ഹുസൈൻ, ന്യൂറോ സർജൻ, മെഡിക്കൽ മിഷൻ ആശുപത്രിയിലായിരുന്നു. അതെ, അത് തന്നെയാ എനിക്കിപ്പോഴാ ഓർമ്മ വന്നത്. എന്താ പതിവില്ലാതെ പാല്? നേരെ ചൊവ്വ ഒന്നും കഴിക്കാതല്ലേ എഴുന്നേറ്റ് പോകുന്നത്. അവിടെ വെച്ചേക്ക്. അമ്മയുടെ മുഖത്ത് മിന്നിമാഞ്ഞ കള്ളത്തരം ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ കണ്ടു. ഇനിയും ഒരുപാട് ഗിരി അറിയാനുണ്ട്. ആളുകളെ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കാനുണ്ട്. മനസ്സിലാവുന്നുണ്ട് സുമി. എന്റെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ പൊളിച്ചെഴുതാനുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ നമ്മൾ ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടുമ്പോൾ അത് വെറും ആരോപണമായി പോകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിനു വേണ്ടത് തെളിവുകളാണ്. അത് കണ്ടെത്താനുള്ള വഴിയിലാണ് ഞാൻ. ഡോക്ടർ ഹാഷിം ഹുസൈൻ, അയാളെ ഇനി കണ്ടെത്തേണ്ടത്. അത് കഴിഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വന്നേക്കും. എന്റെ മനസ്സില് ഏറെക്കുറെ കാര്യങ്ങൾ ഇപ്പൊ തന്നെ വ്യക്തമാണ്. ചില കാര്യങ്ങൾ ഞാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. പക്ഷേ ഇനി എന്ത് ചെയ്തിട്ടും എന്ത് കാര്യം ഗിരി? മഹാലക്ഷ്മി അമ്മയെ സംരക്ഷിക്കാനായിട്ട് നമുക്കായില്ലല്ലോ. ആ പാവ എവിടെയാണെന്നോ എങ്ങനെയാണെന്നോ നമുക്കറിയില്ലല്ലോ. നടന്ന എല്ലാ അന്യായങ്ങളുടെയും ഫലം അനുഭവിച്ചത് അവരല്ലേ. ഗിരിയുടെ ഒരൊറ്റ സ്നേഹത്തിനും നല്ല വാക്കിനും വേണ്ടി അവർ ഒരുപാട് കുതിച്ചിരുന്നു. സുമി എന്നോട് ക്ഷമിക്കണം. ഞാനൊരു തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. മനഃപൂർവ്വമല്ല, ഒരു വലിയ സർപ്രൈസ് ആക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു കാര്യമാണ്. പക്ഷെ പിന്നീട് അങ്ങോട്ട് നടന്ന ഓരോരോ കാര്യങ്ങളിൽപ്പെട്ട് അതങ്ങ് നീണ്ടു പോയി. എന്താ ഗിരി, സർപ്രൈസ് ഒന്നും വേണ്ട, കാര്യം പറഞ്ഞാൽ മതി. ഹേയ്, അത് പറയാനുള്ളതല്ല, സുമിയെ കൊണ്ടുവന്ന് കാണിക്കാനുള്ളതാണ്. നാളെ തന്നെ സുമിയെ ഞാൻ ഒരിടം വരെ കൊണ്ടുപോകും, ഒരാളെ കാണാൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ ബോസ് സാറേ, ഞാനിവിടെ ഉണ്ട് സാറേ. രോഹിത്തിനെ കിട്ടിയാൽ അപ്പോഴേ അങ്ങ് തട്ടിയേക്കാം സാറേ. താങ്ക് യു ബോസ് സാറേ. അപ്പോ രോഹിത്തിന്റെ മരണം നിയമത്തിന്റെ മൗനാനുവാദത്തിൽ. ശാരദ എങ്ങോട്ടായി പോന്നേ? ഞാൻ സംസാരിച്ച് തീർന്നിട്ടില്ല. അല്ല സാറേ, എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഞാനും തിരക്കുള്ള ആള് തന്നെയാണ് ശാരദാമേ. നിങ്ങൾ അവിടെ ഇരിക്കണം. ശാരദാമ എന്താ പറഞ്ഞത്? രോഹിത് മരിച്ചിട്ടില്ലെന്ന്? അല്ല, പോലീസും അങ്ങനെ തന്നെയല്ലേ സാറേ പറയുന്നത്? ബോഡി കിട്ടിയിട്ടില്ലെന്ന്. ബോഡി കിട്ടാത്ത കേസുകളുള്ളവരെല്ലാം ജീവിച്ചിരിപ്പുണ്ടെന്നാണോ ശാരദാമ അതിനർത്ഥം?
ശാരദാമ്മ മറ്റെന്തോ കൂടി പറഞ്ഞല്ലോ. രോഹിത് സൂയിസൈഡ് പോയിന്റിൽ നിന്നും തനിയെ വീണതല്ല, അവനെ ആരോ തള്ളിയിട്ടതാണെന്ന്. അങ്ങനെയാരാ ശാരദാമ്മയോട് പറഞ്ഞത്? രോഹിതാണോ? അല്ല, രോഹിത് അവനെങ്ങനെ പറയാനാ സാറേ? ഈ അടുത്ത് പഞ്ചകൈലാസത്തിനടുത്തുള്ള അടിവാരം സെറ്റിൽമെന്റ് കോളനിയിൽ ഉണ്ടായിരുന്നോ ശാരദാമ്മ? മറുപടി പറ ശാരദാമ്മേ. സാറെന്താ ചോദിച്ചത്? ശാരദാമ്മ ഈ അടിവാരം സെറ്റിൽമെന്റ് കോളനിയിൽ പോയിരുന്നോ എന്ന്? ഇല്ലല്ലോ സാറേ. ഇല്ല. ശരി, ഒരു ചോദ്യം കൂടി ശാരദാമ്മേ. ശാരദാമ്മയ്ക്ക് ഒരു ഐഡന്റിറ്റിക്കൽ ടെൻസ്, അതായത് ഈ കാഴ്ചയിൽ ശാരദാമ്മയെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു ഇരട്ട സഹോദരി ഉണ്ടോ? ഇല്ല സാറേ. ഇത് പിന്നെ ആരാ ശാരദാമ്മ? എന്തെങ്കിലും മറയ്ക്കാനുള്ളവർക്ക് മാത്രമേ കള്ളം പറയാൻ പറ്റൂ ശാരദാമ്മേ. ഓക്കെ ശാരദാമ്മേ, നിങ്ങൾക്ക് പോവാം. പൊക്കോന്നേ. ശാരദാമ്മയല്ലേ പറഞ്ഞു എന്തോ തിരക്കുണ്ടെന്ന്? പൊക്കോ ശാരദാമ്മേ. ഒരു മിനിറ്റ്. ശാരദാമ്മ പറയുന്നു രോഹിത് ജീവിച്ചിരിപ്പുണ്ടെന്ന്, ഞാൻ പറയുന്നു മരിച്ചെന്ന്. ഒരാളുടെ കാര്യത്തിൽ ഇത് രണ്ടും സത്യമാവാൻ ഒരു വഴിയുമില്ല. പക്ഷേ അവന്റെ കാര്യത്തിൽ, രോഹിതിന്റെ കാര്യത്തിൽ ഇത് രണ്ടും സത്യമാവും. ശാരദാമ്മ പറഞ്ഞത് ഇന്നത്തെ മാത്രം സത്യം, ഞാൻ പറഞ്ഞത് നാളത്തെയും. പൊയ്ക്കോ. ശാരദാമ്മ പറയുന്നു രോഹിത് ജീവിച്ചിരിപ്പുണ്ടെന്ന്, ഞാൻ പറയുന്നു മരിച്ചെന്ന്. ശാരദാമ്മ പറഞ്ഞത് ഇന്നത്തെ മാത്രം സത്യം, ഞാൻ പറഞ്ഞത് നാളത്തെയും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. കുറ്റം ചെയ്യുന്നവർ മാത്രം പേടിച്ചാ മതി പോലീസിനെ. പവിഴം കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ. പോരെങ്കിൽ പവിഴത്തിന്റെ പ്രായത്തിലുള്ളൊരു മോളുണ്ട് എനിക്ക്. ഞാൻ പോലീസാണെന്ന് കരുതി ആ മോൾ എന്നെ കണ്ട് പേടിക്കോ? ഇല്ലല്ലോ. അതുപോലെ പവിഴവും എന്നെ കണ്ടാ പേടിക്കണ്ട. അതുകൊണ്ട് പവിഴം ഇനി മുതൽ എന്നെ പോലീസ് മാമാന്ന് വിളിച്ചാ മതി. എന്താ പറയേ? എന്താ വിളിക്കുക? പോലീസ് മാമൻ. ആ മോളുടെ പേടി ഇനിയും മാറിയില്ലേ? രാച്ചിയമ്മ പറയുന്നത് പോലീസ് മാമൻ ചീത്തയാന്നാ. ഞാനല്ല, നിന്റെ രാച്ചിയമ്മയാ ചീത്ത. ഞാൻ അവരെ പിടിച്ച് ജയിലിടാൻ പോവാ. അയ്യോ, അതെന്തിനാ? നിന്നെ ഇങ്ങനെ തൊട്ടാവാടിയും കുറുന്തോട്ടിയൊക്കെ പറിക്കാൻ വിടുന്നതിന്. ബാലവേല വലിയ കുറ്റമാ മോളെ. അതൊന്നും വേണ്ട മാമ. മാമ വേണ്ട. ശരി, പവിഴം പറഞ്ഞാ ഞാൻ രാച്ചിയമ്മയെ വിട്ടേക്കാം. പകരം ഞാൻ ചോദിക്കുന്നതിന് സത്യസന്ധമായ മറുപടി തരണം. എന്താ? രാച്ചിയമ്മയുടെ കുടില് ഇപ്പൊ ആരെയാ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു ചേച്ചിയെ. അതല്ലാതെ വേറൊരാളൂടുണ്ടല്ലോ. അയ്യോ, അത് പറയാൻ പാടില്ലെന്നാ പറഞ്ഞത്. വലിയ രഹസ്യമാണെന്നാ രാച്ചിയമ്മ പറഞ്ഞത്. മോളൊന്ന് നിന്നേ. ഇത് പവിഴത്തിനുള്ളതാ. പൊന്നച്ചാമിയുടെ കടയിൽ നിന്ന് ആവശ്യത്തിനുള്ള ചോക്ലേറ്റും മിഠായിയും ഒക്കെ വാങ്ങി തിന്നാൻ. മാമൻ എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഞാനത് പറയണമെങ്കിൽ എനിക്ക് 100 രൂപ തരണം. ആഹാ, അതാണോ? 100 രൂപ. മോളിത് വാങ്ങിച്ചോ?
ഇനി പറയും. മാമൻ ആരോടും ഇത് പറയരുത്. ഈ പവിഴമാണ് സത്യം. മാമൻ ആരോടും പറയില്ല. വേറൊരു മാമനെ കൂടി ചികിത്സിക്കുന്നുണ്ട്. ആ മാമൻ എന്ത് പറ്റിയതാ? കൊക്കയിൽ വീണതാന്നാ രാച്ചിയമ്മ പറയുന്നത്. ചേച്ചി ചികിത്സയ്ക്ക് വരുന്നതിന് മുമ്പേ അവനുണ്ടോ അവിടെ? ഉണ്ട്. നിക്ക്. മോളിതൊന്ന് നോക്കിക്കേ. ഇതാണോ രാച്ചിയമ്മ ചികിത്സിക്കുന്ന ആ മാമൻ? അതെ. എന്താ പോലീസ് മാമ? ഒന്നുമില്ല, മോള് വെക്ക്. പിന്നെ മാമനോട് ഇക്കാര്യം പറഞ്ഞെന്ന് മോൾ ആരോടും പറയണ്ട, പ്രത്യേകിച്ച് രാച്ചിയമ്മയോട്. ഒക്കോ? എന്താണോ? എല്ലാ കാര്യങ്ങളും ഉറപ്പിച്ചു കഴിഞ്ഞു സാർ. ഇന്ന് രാത്രി ഇത് നടക്കും. കോടമഞ്ഞും കാട്ടാനയും ഒന്നിച്ചിറങ്ങാറുള്ള ഈ സെറ്റിൽമെന്റ് കോളനിയിൽ ജീവനിൽ കൊതിയുള്ളവരാരും കുടികളിലെ നിലവിളികൾക്ക് കാതുകൊടുക്കാറില്ല. മുമ്പേ ചത്തവന്റെ ശവം ഒന്നുകൂടി ഇന്ന് രാത്രി വീഴും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ അവരുടെ ട്രസ്റ്റ് ചെയർമാനുമായി സംസാരിച്ചപ്പോ ഇനിയൊരു ഫണ്ട് റിലീസിന് സാധ്യതയില്ല പോലും. അവര് തമ്മിലുള്ള ഇഷ്യൂന്റെ പുറത്ത് ഫണ്ട് ഫ്രീസായി. എന്താ പറഞ്ഞു വരുന്നത്? കമ്പനിക്ക് വന്ന നഷ്ടങ്ങൾക്ക് ഒരു കോമ്പൻസേഷന് ഫയൽ ചെയ്യാം. കമ്പനിയുടെ റെപ്യൂട്ടേഷനെ ബാധിക്കുന്ന ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഈ പ്രോജക്റ്റ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അതിനുള്ള നോട്ടീസ് നമുക്ക് കൊടുക്കാം. നീ എന്തു പറയുന്നു? എന്ത് വേണമെങ്കിലും തീരുമാനിച്ചോ, എനിക്കൊരു കുഴപ്പമില്ല. അങ്ങനെ ഏടത്തി മാത്രം തീരുമാനിച്ചല്ലോ ഈ പ്രോജക്റ്റ് തുടങ്ങിയത്. അപ്പൊ നിർത്തുന്നതും ഏടത്തിയുടെ മാത്രം തീരുമാനമാവാൻ പാടില്ല. നമ്മൾ ഈ പ്രോജക്റ്റ് തിരഞ്ഞെടുത്തതേ തെറ്റായിപ്പോയി. നമ്മളെടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും എപ്പോഴും ശരിയാവണമെന്നില്ലല്ലോ ഏടത്തി. തെറ്റുകൾ പറ്റും. അത് തിരുത്താൻ കഴിയുന്നതാണെങ്കിൽ തിരുത്തും, അല്ലെങ്കിൽ ആ തെറ്റിനെ പറ്റി ഓർത്ത് വിഷമിച്ച് കഴിയേണ്ടി വരും. തെറ്റുകൾ പറ്റാതെ കാര്യങ്ങൾ തെരഞ്ഞെടുക്കുന്നതാണ് ബുദ്ധി. അതിന് തെരഞ്ഞെടുക്കുന്നതിൽ ജാഗ്രത വേണം, അത്രമാത്രം. എന്ത് വേണം വേണ്ടെന്ന് ഉറച്ചു തീരുമാനിക്കാൻ കഴിയണം. അത് വേണോ ഇത് വേണോന്ന് മനസ്സൊന്നും ചഞ്ചലപ്പെടാൻ പാടില്ല. ഒരു തീരുമാനം എടുത്താ ആ തീരുമാനത്തിൽ ജീവൻ പോയാലും ഉറച്ചു നിൽക്കാൻ കഴിയണം. അവിടെയാണ് വിജയം. ആഗ്രഹിച്ച് നേടാൻ ത്യാഗം ചെയ്യണം. എടുത്തി ആ പ്രോജക്റ്റ് വൈൻഡപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തോ. എന്റെ ഒരു താല്പര്യത്തിലാണല്ലോ ആ പ്രോജക്റ്റ് കമ്മിറ്റ് ചെയ്തത്. എന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയി. കണക്കുകൾ ഒരിക്കലും തെറ്റില്ല സച്ചി. അത് കൂട്ടുന്നവരുടെ തെറ്റാ കണക്കിനെ മൊത്തം തെറ്റിക്കുന്നത്. ഇവിടെ അങ്ങനെ സംഭവിച്ചു പോയി. നീ വിഷമിക്കണ്ട. ഇതല്ലെങ്കിൽ ഇതിലും വലിയ പ്രോജക്റ്റ് നമുക്ക് വേണ്ടി ഉണ്ടാവും. ഇതിലൊക്കെ നിന്റെ സൈൻ വേണം. സച്ചി അവിടെയല്ല, ഇവിടെ താഴെ നോക്ക്. അതൊന്ന് വായിച്ചു നോക്കിട്ട് ഒപ്പിട്. ആ ഫയല് നിന്റെ തന്നെ ഇരിക്കട്ടെ. നാളെ മാനേജറെ ഏൽപ്പിച്ചാ മതി. ഇത്ര എളുപ്പമല്ല സച്ചി. നമ്മൾ വളരെ സ്വപ്നം കണ്ട് തുടങ്ങിയൊരു പ്രോജക്റ്റ് പാതി വഴിയിൽ തകർന്നു പോയി. എല്ലാ സ്വപ്നങ്ങളും ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ കഠിന ശ്രമം തന്നെ വേണം. തുടങ്ങാനും മുടങ്ങാനും ഒക്കെ എളുപ്പാ, പക്ഷെ പൂർത്തീകരിക്കാനാ പാട്. ഒരു തീരുമാനം എടുത്താ ആ തീരുമാനത്തിൽ
ജീവൻ പോയാലും ഉറച്ചു നിൽക്കാൻ കഴിയണം. അവിടെയാണ് വിജയം. പിരിയാൻ വളരെ കുറച്ച് ദിനങ്ങൾ മാത്രമേ നമുക്ക് മുമ്പിലുള്ളൂ. പക്ഷേ ഉത്തരവില്ലാത്ത കുറെ ചോദ്യങ്ങളും പരിഹാരമില്ലാത്ത ഒത്തിരി പ്രശ്നങ്ങളും. എന്റെ പ്രശ്നങ്ങൾ അത്ര നിസ്സാരമായി 1-2 നാളുകൾ കൊണ്ടോ വർഷങ്ങൾ കൊണ്ടോ തീരുന്നതല്ല. അതിന് ഞാൻ തന്നെ ഇല്ലാതാകണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. 10 പൈസയുടെ സ്വത്തില്ലാത്ത ഒരുത്തനെ കൊമ്പത്തെ പെണ്ണിനെ വേണമെന്ന് വെച്ചാ നടക്കുന്ന കാര്യമാണോ? മോനെ, ആ ബ്രോക്കർ വന്നു കഴിഞ്ഞ കാര്യം എന്താന്ന് പോലും ഞാൻ അറിഞ്ഞത്. രാഹുലിന്റെ വിവാഹത്തെപ്പറ്റി ഞാൻ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛാ, നേരം ഇത്രയായിട്ടും പ്രഭയെ പറ്റി ഒരു വിവരമില്ല. ഇപ്പൊ ഫോണും സ്വിച്ച് ഓഫാ. ഞാൻ ഇനി എന്ത് ചെയ്യും? ദൈവമേ. സഞ്ജു,
മോനെ, പ്രഭയെ അന്വേഷിച്ചു പോവാതെ ഇനി കാത്തിരിക്കാൻ പറ്റില്ല. ഇത്രയും വൈകേണ്ട എന്ത് കാര്യ ഉള്ളത്? വൈകിയ തന്നെ അച്ഛനൊന്ന് വിളിച്ച് പറഞ്ഞൂടെ? അച്ഛൻ എന്തോ ആപത്ത് പറ്റിയിട്ടുണ്ട് സഞ്ജു. അച്ഛൻ എന്താ പറ്റിയെന്നൊന്ന് അന്വേഷിക്ക. അങ്ങനെ ഒരു പേടിയൊന്നും വേണ്ട ശ്രീകുട്ടി. മാനസികമായി ഷോക്ക് ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യം അറിഞ്ഞു കാണും. കവിത, നീ എന്തൊക്കെയാ പറയുന്നത്? ഞങ്ങൾക്ക് എന്ത് ഷോക്കാ ഇതിൽ കൂടുതൽ വരാനുള്ളത്? യാത്രക്കിടയിൽ പ്രഭയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അതാ അച്ഛാ എന്റെ ടെൻഷൻ. ഒന്നും ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ. സന്ദർഭവും സാഹചര്യവും നോക്കി സംസാരിക്കാൻ പഠിക്കണം. മോനെ സഞ്ജു, നീ എന്താ ഒന്നും പറയാത്തത്? ഉടനെ എന്തെങ്കിലും ചെയ്യണം. അങ്കിള് വൈകിയ ക്ഷേത്രത്തിലെത്തിയതെങ്കിൽ ഉദ്ദേശിച്ചു പോയ പൂജകൾ വൈകിട്ടേ ചെയ്യാനാവും. സന്ധ്യയ്ക്കാണെങ്കിൽ പുറപ്പെട്ടതെങ്കിൽ തിരിച്ചെത്താൻ വൈകും. ഞാനും അങ്ങനെ തന്നെ കരുതുന്നത്. സഞ്ജു പറയുന്നതൊക്കെ ശരിയെന്ന് സമ്മതിക്കാം. അച്ഛൻ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത? പലവട്ടം റിങ് ചെയ്തു. ഇപ്പതേ ഫോൺ സ്വിച്ച് ഓഫ്. ഫോണിന്റെ ചാർജ് പോയതൊന്നും അല്ല. എനിക്ക് എന്റെ അച്ഛൻ എന്താ പറ്റിയെന്ന് അറിയണം. മോനെ, നീ ഒന്ന് പോലീസിൽ അറിയിക്ക്. നമുക്ക് ശത്രുക്കളുള്ളതല്ലേ. ശ്രീദേവി, പേടിപ്പിക്കുന്നൊന്നും പറയാതെ. പേടിപ്പിക്കുന്നതല്ല കാഞ്ചിരെ, ഓരോന്ന് ആലോചിക്കുമ്പോ പേടിയാ. ആദ്യം പ്രഭേട്ടൻ പെരുവണ്ണാപുരത്ത് എത്തിയോന്നാ അറിയേണ്ടത്. അമ്മൂന് അവിടെയൊക്കെ അന്വേഷിക്കാൻ കഴിയില്ലേ? നിനക്കവിടെ പരിചയക്കാരൊക്കെ ഉള്ളതല്ലേ? നാട്ടുകാരുടെ ഫോൺ നമ്പറൊക്കെ ഇവൾക്ക് എങ്ങനെ അറിയാനാ? പ്രഭേട്ടനെ അവിടെ ആർക്കെങ്കിലും അറിയോ? മണ്ടത്തരം പറയാതിരിക്കുക കവിതേച്ചി. ഒന്ന് വിളിച്ചു നോക്ക്, എന്റെ ഊഹം തെറ്റില്ല. സഞ്ജു, നീ ASP വിളിച്ച് വിവരം പറ. അൺഒഫീഷ്യലായിട്ട് ഒരു അന്വേഷണം മാത്രം മതി. ഞാൻ രാജും കൂടെ അങ്ങോട്ട് പോവാം. ആദ്യം ഞാൻ ASP ആയിട്ടൊന്ന് സംസാരിക്കട്ടെ. അതിനുശേഷം അങ്കിള് പുറപ്പെട്ടാ മതി. അങ്കിൾ അരമണിക്കൂറിനുള്ളിൽ എത്തുമെന്ന് തന്നെയാ എന്റെ പ്രതീക്ഷ. ഇനി പ്രതീക്ഷയും വെച്ചിരിക്കാൻ പറ്റില്ല സഞ്ജു. എനിക്ക് എന്റെ അച്ഛനെ കാണണം. നീ സമാധാനായിട്ടിരിക്കെ, ഞാൻ വിളിക്കാം. അമ്മ, ചേച്ചി, എന്നൊന്ന് റൂമിലേക്ക് കൊണ്ടുപോ. എന്റെ അച്ഛൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തായി പളനിയപ്പ കാര്യങ്ങൾ?
ഫ്ലക്സിൽ മാത്രമല്ല വിവാഹ ക്ഷണക്കത്തിലും അവരുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. ലച്ചുവിന്റെ പയ്യനെന്ന് പറഞ്ഞ് ആ പയ്യന്റെ ഫോട്ടോ കാണിച്ച ആനന്ദവല്ലി നാട്ടുകാരെ പറഞ്ഞു പറ്റിച്ചത്. എല്ലാരും കൂടി നിർബന്ധിക്കുമ്പോ ഒരു പെണ്ണിന് വാക്കുകൊടുത്ത കാര്യം അവൻ പറയുന്നുണ്ടായിരുന്നു. ലച്ചു അവന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിച്ചു പോവുകയാണ്. നിങ്ങളുടെ മകൾക്ക് നല്ലൊരു പയ്യനെ കിട്ടും. ഇതിന്റെ പേരിൽ അവനെ വേദനിപ്പിക്കരുതെന്നൊരു അപേക്ഷ ലച്ചുവിനെ സ്നേഹിക്കുന്ന ഈ നാട്ടുകാർക്ക് വേണ്ടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുകയാണ്. പളനിയപ്പനാ നമ്പിച്ച സ്പീക്കറിലിട്ട് സംസാരിക്കേ. சொல்லு தம்பி. சரி, நீங்க திரும்பி போயிடுங்க. பணம் எல்லாம் அக்கௌண்ட்ல வந்துடும். என்ன? ஓகே. ഏറ്റ ജോലി അവര് ചെയ്തോ? ജീവൻ ബാക്കി വയ്ക്കാൻ പറഞ്ഞുകൊണ്ട് കൊല്ലാതെ വിട്ടു. അത് മതി. ഇടയ്ക്കിങ്ങനെ ചില അനുഭവങ്ങൾ സമ്മാനിച്ചുകൊണ്ടേയിരിക്കണം. മകളെയും ചുമന്ന് അയാൾ ഒരിടത്തേക്കും പോവാൻ പാടില്ല. അയാളുടെ ഓരോ നീക്കങ്ങളും നമ്പീശന് അറിഞ്ഞു വെക്കണം. അതും ചെയ്യാം. എന്ത് വില കൊടുത്തിട്ടായാലും എനിക്ക് എന്റെ ലക്ഷ്യത്തിൽ എത്തിയേ പറ്റൂ. അപകടം നടന്നു, പക്ഷേ സ്ഥിതി എന്താണെന്ന് അറിയില്ല. കുറച്ചു കഴിഞ്ഞ് കവിതയെ ഞാനൊന്ന് വിളിക്കുന്നുണ്ട്. ചോര വാർന്ന അയാൾക്ക് മരിക്കാനാണ് വിധിയെങ്കിൽ നമുക്ക് ചെയ്യാൻ ഒന്നുമില്ല. തീകുണ്ടത്തിലേക്ക് പറന്നു വന്ന ശലഭങ്ങൾക്ക് അത്ര ആയുസേ ഉണ്ടാകൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വർഷം മുമ്പുള്ള കാര്യം. നിന്റെ കുട്ടിക്കാലത്ത് പ്രണയകഥ പറയാനാണെങ്കിലേ കേൾക്കാനേ എനിക്ക് മനസ്സില്ല. എനിക്കെന്നല്ല, ആർക്കും താല്പര്യമില്ല. പോവല്ലേ, ഇതൊന്നും അല്ല. എന്റെ കാര്യമൊന്നും അല്ല, ഈ കുടുംബത്തിലെ വേറൊരാളുടെ കാര്യമാണ്. വേറൊരാളുടെ കാര്യം? ഇങ്ങനെ സസ്പെൻസ് ഇടാതെ എന്താന്ന് വെച്ചാ തുറന്നു പറയും. 16 വർഷങ്ങൾ മുൻപുള്ള എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? 16 വർഷം മുമ്പ് എന്റെ അമ്മ മരിച്ചത്. ചോദ്യോത്തരം കളിക്കാതെ നീ കാര്യം എന്താന്ന് പറയടി. പറയാം. ഞാൻ മൊബൈലില് ഒരു മ്യൂസിക് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അത് കേട്ടോണ്ട് അമ്മ വന്നു. എന്നെ കൊല്ലാനുള്ള ദേഷ്യത്തിലായിരുന്നു. 16 വർഷം മുൻപ് കേട്ട മ്യൂസിക് ഓഫ് ചെയ്യടിന്ന് പറഞ്ഞ് എന്റെ കരുണക്കുറ്റിക്ക് ഒറ്റയടി. കണ്ണീന്ന് പൊന്നീച്ച പറക്കുമെന്നൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടല്ലേ ഉള്ളൂ. ഞാൻ കണ്ടു. എന്റെ കണ്ണീന്നേ ഒരു 10-15 പൊന്നീച്ച ഒന്നിച്ച് പറന്നു പോകുന്നത്. 16 വർഷം മുൻപ് അമ്മ കേട്ട മ്യൂസിക് ഞാൻ കേട്ടാൽ എന്താ കുഴപ്പം? എനിക്കത് അറിയണം. നിങ്ങൾ ആരെങ്കിലും അതെനിക്ക് പറഞ്ഞു തരണം. അതിനാ ഞാനിപ്പോ എല്ലാരെയും വിളിപ്പിച്ചത്. എന്തെങ്കിലും കാരണം ഉണ്ടാവും. അത് പുറത്തു പറയാൻ കൊള്ളാത്തതും ആവും. അതല്ലേ പ്രഭാവതി ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്നേ. അല്ല, 16 വർഷം മുമ്പുള്ള മ്യൂസിക് അല്ലേ, ഓൾഡ്. പഴയ മ്യൂസിക് ചേച്ചിക്ക് ഇഷ്ടമല്ല. ന്യൂജൻ പാട്ടുകളാ ചേച്ചിക്ക് ഇഷ്ടം അല്ലേ ചേച്ചി? അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത മ്യൂസിക് കേട്ടാ അമ്മ എല്ലാരും തല്ലുവോ? ചിലപ്പം. ഇതേ അതൊന്നും അല്ല. ചെറിയമ്മ പറഞ്ഞതുപോലെ പുറത്തു പറയാൻ പറ്റാത്ത എന്തെങ്കിലും കാരണം ഉണ്ടാവും.
മ്യൂസിക് കേട്ടതിന് അമ്മ വന്ന് ഗാർഗിയുടെ കരണത്തടിച്ചെങ്കിൽ ആ മ്യൂസിക് അമ്മയെ ഇറിറ്റേറ്റ് ചെയ്യുന്നു അർത്ഥം. ആ മ്യൂസിക്കിനോട് ഇറിറ്റേഷൻ തോന്നണമെങ്കിൽ അതിന് ഒരു കാരണം ഉണ്ടാവും. അതുറപ്പാ. ആ കാരണമാ എനിക്കറിയണ്ടേ. എനിക്കും അറിയണം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. വിശാൽ, പ്രഭാവതിയോട് തുറന്നു പറയാൻ പറയേ. അമ്മേ, എല്ലാവർക്കും അതറിയാൻ താല്പര്യമുണ്ട്. അമ്മ കാരണം പറയാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പക്ഷെ ചേച്ചി, ആക്ച്വലി അവിടെ ഇപ്പൊ എന്താ സംഭവിച്ചത്? അവിടെ എന്താ നടന്നതെന്ന് നീയും കണ്ടതല്ലേ? കണ്ടു. പക്ഷേ എനിക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് മനസ്സിലായില്ല. ഗാർഗി ഒരു മ്യൂസിക് ഏൽപ്പിച്ചു, അതിൽ പിടിച്ച് എന്തൊക്കെയോ സംസാരം ഉണ്ടായി. അല്ല, ഒരു 16 കൊല്ലത്തെ കണക്കും പറയുന്നുണ്ടായിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ കാഴ്ചയില്ലാത്തവൻ വെടിക്കെട്ട് കണ്ട പോലെ എന്റെ അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഒരു രൂപം കിട്ടുന്നില്ല. ചേച്ചി ചേച്ചി എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിത്താ. അതെ, കൂടുതൽ അറിഞ്ഞിട്ട് എന്തിനാ? നീ നിന്റെ കാര്യവും നോക്കി അവിടെ എവിടെങ്ങാനും പോയിരുന്നേ. ചേച്ചി, കൺഫ്യൂഷൻ ആയല്ലോ. ചേച്ചി എന്തോ മറക്കുന്നുണ്ടല്ലോ. അതത്ര നിസ്സാര സംഭവമൊന്നുമല്ല. കൺഫ്യൂഷൻ തീർക്കണമേ. ഈ മുറിയിൽ നിന്ന് തന്നെയാകും ആ മ്യൂസിക് കേട്ടത്. അത് ഈ മുറിയിൽ തന്നെയുണ്ട്. ഈ മുറി ഇപ്പോ പാർവതിയല്ലേ ഉപയോഗിക്കുന്നത്? ഇതിൽ തന്നെ ഉണ്ടാവും. അവള് അതിവിടെ എവിടെയോ ഒളിപ്പിച്ചിട്ടുണ്ട്. എടി, ചോദിച്ചത് കേട്ടില്ലേ? അതെവിടെയെന്ന്? അമ്മ എന്തോ തിരയാണല്ലോ. എന്തായിരിക്കും? അവളിത് ഇതെവിടെയാ കൊണ്ട് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നേ? അമ്മ അമ്മ എന്തായി തിരയുന്നേ? അമ്മയ്ക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടതേ 10 കിലോ സ്വർണം. തരാൻ പറ്റുമോ നിനക്ക്? എനിക്ക് എന്താ വേണ്ടതെന്നോ, ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്നോ അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വസുന്ധരാമയോ? അച്ഛാ, ഫോൺ. ആരാ മോളെ? ആനന്ദ നിലയത്തിന്ന് വസുന്ധരാമയാ.
മോളെ കുറിച്ച് എന്തോ കുറ്റം പറയാനാ. എന്താന്ന് വെച്ചാ കയ്യോടെ വാങ്ങിച്ചാട്ടെ. ആ, ഞാൻ ലൗഡ് സ്പീക്കർ ഇടാം, എല്ലാവർക്കും കേക്കാലോ. കേട്ടോ? ഹലോ, ഞാൻ വസുന്ധരയാ. മനസ്സിലായി വസുന്ധരാമേ. ഒരു സന്തോഷ വാർത്ത അറിയിക്കാനാ ഞാൻ വിളിച്ചത്. എന്താ വസുന്ധരാമേ? 15-ാം തീയതി ഈ വീട്ടിലൊരു വിശേഷം നടക്കുക. വിശേഷോ? എന്ത് വിശേഷം? ശ്യാമയുടെയും അഖിയുടെയും വിവാഹം. വിവാഹോ? മനസ്സിലായില്ലല്ലോ വസുന്ധരാമേ. 2 പ്രാവശ്യം അവരുടെ താലികെട്ട് നടന്നു. പക്ഷെ 2 പ്രാവശ്യവും എല്ലാവർക്കും സന്തോഷമാവുന്ന രീതിയിലല്ലല്ലോ നടന്നത്. ഇപ്പൊ ഞങ്ങള് തീരുമാനിച്ചു, എല്ലാവർക്കും തൃപ്തിയാകുന്ന രീതിയിൽ ആ ചടങ്ങ് നടക്കണം. ജോൽസിനെ വിളിച്ച് സമയം നോക്കി. 15-ാം തീയതി ആ ചടങ്ങ്. താലികെട്ടോ കല്യാണോ അങ്ങനെയൊന്നുമല്ല, അവര് ജീവിതത്തിൽ ഒന്നിക്കുന്നു. ആ, തമിഴ്നാട്ടിലൊക്കെ ശാന്തി മുഹൂർത്തം എന്ന് പറയില്ലേ, അതുപോലൊരു ചടങ്ങ്. ശ്യാമയെ ഞങ്ങൾ അംഗീകരിക്കുന്ന ചടങ്ങെന്നും പറയാം. സത്യത്തിൽ ഞങ്ങളുടെയൊക്കെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുക. വസുന്ധരാമ ഇത്രയും സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞ തന്നെ വലിയ കാര്യമാ. എനിക്ക് അങ്ങോട്ടൊരു അപേക്ഷയുണ്ട്. അഖിൽമോന്റെ അമ്മ സൂചിപ്പിച്ച പോലെ മോടെ അന്നത്തെ കല്യാണത്തില് ഞങ്ങൾക്കും ആഗ്രഹിച്ച പോലെ ഒന്നും നടത്താൻ പറ്റിയിട്ടില്ല. ആ ഒരു വിഷമം ഇപ്പൊ തീർക്കണമെന്നുണ്ട്. ചടങ്ങ് നടക്കുന്ന ദിവസം ധരിക്കാനുള്ള വസ്ത്രങ്ങൾ ഇവിടുന്ന് കൊണ്ടുവരാം. അത് സമ്മതിക്കണം. തീർച്ചയായും വസ്ത്രങ്ങൾ കൊണ്ടുവന്നോളൂ. ജോൽസിരി പറഞ്ഞതനുസരിച്ച് ഇവിടെ 7 ദിവസം പൂജ പോലെയൊക്കെ നടത്തുന്നുണ്ട്. കൊടുത്തയക്കുന്ന വസ്ത്രങ്ങള് പൂജയ്ക്കായിട്ട് വെക്കാം. വലിയ സന്തോഷം. വസ്ത്രങ്ങൾ ഇന്ന് തന്നെ എന്റെ മോനും മരുമകളോട് അവിടെ കൊണ്ടുതരും. ശരി, അങ്ങനെ ആയിക്കോട്ടെ. ശരി. ശരി വസുന്ധരാമേ. കേട്ടോ, ഒന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വന്നു തുടങ്ങുക. ആ, നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് എന്ന് വസ്ത്രങ്ങൾ എടുക്കണം. ഇന്ന് തന്നെ അവിടെ കൊണ്ട് കൊടുക്കുകയും വേണം. അല്ല, തുണി എടുക്കാൻ പണം ഉണ്ടോ? കല്യാണ വസ്ത്ര കാശ് കൂടുതൽ വേണ്ടി വരും. ഉണ്ടോ? പൈസ ഉണ്ടോ? ഉണ്ട്. ശ്യാമയ്ക്ക് വസ്ത്രം എടുക്കാനുള്ള രൂപ എന്റെ കയ്യിലുണ്ട്. എങ്ങനെ? അവൾക്കുള്ള വസ്ത്രം അരവിന്ദേട്ടന്റെ പൈസക്ക് എടുക്കുമെന്നോ? എന്ന് പിന്നെ അതൊന്ന് കാണണമല്ലോ. ജയന്തി, പൈസ തരാനാ പറഞ്ഞേ. എന്റെ ഭർത്താവിന്റെ പൈസ എന്ന് വെച്ചാലേ എനിക്കും കൂടി അവകാശപ്പെട്ട പൈസയാ. അവളോട് ഞാനെന്ന് മധുവിന്റെ കാര്യം പറഞ്ഞു. എളയമ്മയുടെ മോൻ മധുവിന്റെ കാര്യം. അവനൊരു ജോലി കൊടുക്കാൻ. അന്ന് അവള് വലിയ ന്യായം പറഞ്ഞു. യോഗ്യതയുണ്ടെങ്കിൽ കൊടുക്കാന്ന്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താ പ്രശ്നം? എടുത്തി, എന്താ പ്രശ്നം? അതാ അങ്ങോട്ട് ചോദിക്കും. നാവിന് ലൈസൻസ് ഇല്ലാന്ന് വെച്ച് ഈ വീട്ടിൽ കേറി വാച കടിക്കാൻ വന്നാലേ വിവരം അറിയും. നമുക്ക് റൂമിലേക്ക് പോവാം. റൂമിൽ പോവാന്നോ? നിനക്കെന്താ നാണക്കേട് വരുന്നോ? ഞങ്ങളെ നിന്റെ വീട്ടുകാരാ. ഞങ്ങൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കേണ്ടവളാ നീ. എന്നിട്ട് പറയുന്ന കേട്ടില്ലേ? എന്താ ജയന്തി? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താ മോളെ? എന്റെ അമ്മേ, ബെല്ല് കേട്ട് കഥക തുറന്ന് എന്താണെന്ന് ചോദിച്ചു. എന്താന്നോ? എന്തിനാ വന്നേന്നാ ചോദിച്ചേ? ജയന്തി, വിട്ടേക്ക്, പോട്ടെ. അതെ, പോകാൻ തന്നെയാ പോകുന്നേ. ഇവിടെ അട്ടിപ്പേര് കിടക്കാൻ വന്നതല്ല ഞങ്ങള്. ഇവിടെ താലികെട്ടോ നൂലുകെട്ടോ ആണെന്നും പറഞ്ഞ് അവിടെ അച്ഛനും അമ്മയ്ക്ക് ഇരിക്കപ്പുറത്തില്ല.
നിർത്തൂ പ്ലീസ്. പറയാനുള്ളത് പറഞ്ഞിട്ടേ ഈ ജയന്തി നിർത്തൂ. ആ, എന്റെ നാത്തൂനെ സത്യങ്ങൾ വിളിച്ചു പറയുമ്പോ നാത്തൂൻ എന്താ നാണക്കേട് വരുന്നോ? കേട്ടോ വർമ്മ സാറേ, അവിടെ ഇവളുടെ അമ്മയുടെ കയ്യിലെ വള വിറ്റിട്ടാ ഈ തുണിയും 1 ഗ്രാമിന്റെ ഈ രൂപവും വാങ്ങിയത്. അവിടുത്തെ അവസ്ഥ അറിയാലോ. ജയന്തി ഒന്ന് വെറുതെ ഇരിക്കാനാ പറഞ്ഞത്. ഞാൻ വെറുതെ ഇരുന്നിട്ട് എന്താ അരവിന്ദേട്ടാ? എന്താ ശ്യാമേ? ഞാൻ ബാക്കി എന്താ എടുത്തി പ്ലീസ്. ഐശ്വര്യ എടുത്തിയല്ല എന്നെ എടുത്തി അപമാനിക്കുന്ന. ഞാൻ ആകെ തൊലിയൊരിഞ്ഞ് നിൽക്കുവാ. ആഹാ, എന്റെ മോൾ അങ്ങനെ നിൽക്കുകയാണോ? ഇപ്പൊ ശരിയാക്കി തരാം. ഓഹോ, അത് കൊള്ളാലോ. എടി, നീ എന്തിനാ പേടിക്കുന്നേ? നീ വല്ലവരുടെ ആട്ടും തുപ്പും കേട്ട് കഴിയേണ്ടവളല്ല. ഹലോ ഹലോ ശ്യാമേ, ഇവിടെ ആരുടെയും ആട്ടും തുപ്പും കേട്ട് കഴിയൊന്നുമല്ല. ഓ പിന്നെ അച്ഛാ, അമ്മേ, ഐശ്വര്യം ജയന്തിയും കൂടി ഇപ്പൊ ശ്യാമെ ആക്ഷേപിക്കുന്ന പോലെ ആയിട്ടുണ്ട്. അമൃതേടത്തി, വെറുതെ എല്ലാ കാര്യത്തിനിടയ്ക്കും എന്നെ പിടിച്ചിടണ്ട. ജയന്തി മനഃപൂർവ്വം വഴക്കുണ്ടാക്കാൻ വേണ്ടി നിന്നതാ. ശ്യാമേ, എന്നെ കുറിച്ച് ഇനിയും പറഞ്ഞ ഞാൻ ഇതൊന്നും കേട്ടോണ്ട് നിക്കില്ല. എടുത്തി പ്ലീസ് ഒന്ന് നിർത്താമോ? എടുത്തി, എന്റെ ചടങ്ങിന്റെ കാര്യമായിട്ടല്ലേ എടുത്തി വന്നിരിക്കുന്നേ. ഏട്ടാ, നമുക്ക് റൂമിൽ പോയി സംസാരിക്കാം. വാ വാ. നീ ഇങ്ങനെ പേടിക്കാതെ ശ്യാമേ. നീ ധൈര്യമായിട്ടിരിക്കും ശ്യാമേ. പറയേണ്ടത് പറയേണ്ട സമയത്ത് തന്നെ പറയണം. ശരി, ഞാൻ പറയേണ്ടത് പറയാം. എടുത്തി, ആവശ്യമില്ലാതെ ഇനി ഇവിടെ സംസാരിക്കരുത്. അതാ എനിക്ക് പറയാനുള്ളത്. എന്താ നീ പറഞ്ഞേ? എടി, നിന്റെ ഏട്ടനായി നിൽക്കുന്നേ. അതെ, ഏട്ടനും കൂടി വേണ്ടി തന്നെയാ ഞാൻ പറയുന്നത്. അച്ഛനും അമ്മ ഇവിടെ നിൽക്കുന്നു. ഇവിടെ ഉള്ള ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. ഇവരുടെയൊക്കെ മുമ്പിൽ വെച്ച് ഇങ്ങനൊരു പ്രകടനം വേണ്ടായിരുന്നു എടുത്തി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചേച്ചി വിശക്കുന്നു. മോളാദ്യം സൗഭാഗ്യ അല്ലല്ല നമ്മുടെ ആര്യമോളെ തട്ടി ഉണർത്ത്. കടകളൊക്കെ ഇപ്പൊ തുറക്കും. നമ്മുടെ കയ്യിൽ സ്വർണ്ണം ഉണ്ടല്ലോ. ഇതിലൊരു വള വിറ്റിട്ടായാലും നമുക്ക് ആവശ്യത്തിന് പണം ഉണ്ടാവും. ഞാനൊന്ന് പോയി പ്രാർത്ഥിച്ച് ഇതിലൊന്ന് വിൽക്കാൻ നോക്കാം. നിങ്ങൾ അച്ഛനെ നോക്കി ഇവിടെ ഇരുന്നാ മതി. അത് ആരതി കുട്ടി പറഞ്ഞു തരും. രണ്ടാളും ഒരിടത്ത് പോരുത്. ചേച്ചി ദാ വരുന്നു. എന്റെ ഈശ്വര, കുടുംബത്തിലെ ആർക്കും കൈമാറാൻ പാടില്ലാത്ത ആഭരണങ്ങളാ ഇത്. ഒരു നിവൃത്തിയില്ലാത്തത് കൊണ്ടാ ഇത് വിൽക്കുന്നേ. നീ തന്നെ അച്ഛനോടും ചേച്ചിയോടും ക്ഷമിക്കാൻ പറയണം. മാപ്പ്. മക്കളെ, എല്ലാം കൂടി ഇതിനകത്ത് കിട്ടാട്ടെ.
ചേച്ചി ചതിച്ചതാണല്ലോ. കുട്ടികൾക്ക് ഞാൻ ഇനി എങ്ങനെ ഭക്ഷണം കൊടുക്കും? ഓ ചേച്ചി ഇപ്പൊ വരുവേ. കരയല്ലേ വാവേ, പാലും പാപ്പോ ഇപ്പൊ കൊണ്ടുവരും. കരയണ്ടാട്ടോ. ഓ ഓ ഓ കരയല്ലേ വാവേ, കരയല്ലേ. അച്ചൂട്ടന് ഇത്തിരി പാല് വാങ്ങാൻ പോലും വഴിയില്ലാതായല്ലോ ദൈവമേ. അവൻ എങ്ങനെ വിശപ്പ് താങ്ങും? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.